മൊബൈൽ ഫോൺ ഇല്ലാതെ നിങ്ങൾക്ക് ഒരു ദിവസം ജീവിക്കാൻ പറ്റുമോ? സ്ക്രീൻ ടൈമിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്നാമത്തതാണ് ആക്റ്റീവ് സ്ക്രീൻ ടൈം. അതായത് ഓൺലൈൻ മീറ്റിങ്ങോ, ഓൺലൈൻ ക്ലാസ്സോ അല്ലെങ്കിൽ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിനോ വേണ്ടി യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തൊരു ടൈപ്പാണ് പാസീവ് സ്ക്രീൻ ടൈം. അതായത് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ഇൻസ്റ്റാഗ്രാം സ്ക്രോളിങ്, വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്നത്, യൂട്യൂബ്, അനാവശ്യമായിട്ട് നമ്മൾ ഗൂഗിളിൽ ചെക്ക് ചെയ്യുന്നതൊക്കെ. ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് പാസീവ് സ്ക്രീൻ ടൈമിലായിരിക്കും. ഇപ്പം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നേരത്തിനായിരിക്കും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് കാണുന്നത്. അത് പിന്നീട് 1-2 മണിക്കൂറായിട്ട് മാറുന്നത് നമ്മൾ കാണാറുണ്ട്. ഇത് ആക്ച്വലി നമ്മൾ ഡെയിലി ആക്ടിവിറ്റീസിനെ ബാധിക്കുന്നുണ്ട്. നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ ബ്രെയിൻ ഫംഗ്ഷനെയും മെൻ്റൽ ഹെൽത്തിനെയും ഇത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ സ്ക്രീൻ ടൈം കുറയ്ക്കുന്നതിൽ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധ കാണിക്കേണ്ടതാണ്.